രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി രാജേഷിന്റെ മൃതദേഹം കല്ലിയൂരിലെത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, രാജേഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ എപ്പോഴൊക്കെ ആയിരിക്കും ഉണ്ടാവുക? ശ്രീജ, നിരവധിയായിട്ടുള്ള ആളുകൾ രാജേഷിനെ അവസാനമായി ഒരു നോക്കി കാണുന്നതിന് വേണ്ടി, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. കല്ലിയൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ തയ്യാറാക്കിയിരിക്കുന്ന പന്തലിലാണ് ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. 1:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി വീട്ടിൽ സന്ദർശനം നടത്തി വേദനയിലുള്ള കുടുംബത്തെ കണ്ടു, അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഒപ്പം തന്നെ രാജേഷ് അന്ത്യാഞ്ജലി അർപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. നിരവധി സുഹൃത്തുക്കളും ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള നാട്ടുകാരും രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴും ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. 1:30 ഔദ്യോഗിക ബഹുമതികളോടുകൂടി അന്ത്യകർമ്മങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. നിരവധിയായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തന്നെയും ഉള്ള ഒരാൾ കൂടിയാണ് രാജേഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ഈ പല ദുരന്ത മുഖങ്ങളിലും സഹായത്തിൻ്റെ ആൾരൂപമായി തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നത്. ജീവിതത്തിലുടനീളം തുടർന്നിരുന്ന ആ ഒരു പ്രവൃത്തി, അത് ജീവിതത്തിൻ്റെ അവസാനം ജീവൻ വിട്ടുപോകുന്ന സമയം വരെയും തുടർന്നുകൊണ്ടാണ് രാജേഷ് അങ്ങനെ ഈ നാടിന് ഒരു തീരാവേദനയായി തന്നെ ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വീട് വളരെ ബുദ്ധിമുട്ടിൽ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അതൊക്കെയും തന്നെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഉൾപ്പെടെ നമ്മളോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹവും പറഞ്ഞത് നിരവധിയായിട്ടുള്ള ഒരു ജോലിയും ഏത് ജോലിക്കും പോകാനായിട്ട് തയ്യാറായിട്ടുള്ള ആളായിരുന്നു. വർഷങ്ങളായി ഈ മേഖലയിൽ തന്നെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്താണ് സംഭവിച്ചതെന്നും തങ്ങൾക്കും ഇപ്പോഴും അതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് പിതാവ് അല്പസമയം മുമ്പും പറഞ്ഞത്. അങ്ങനെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെയായി നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ആ ഒരു വേദനയിൽ തന്നെ. തീർച്ചയായും പറഞ്ഞതുപോലെ നിരവധിയായ ആളുകളാണ് രാജേഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. തത്സമയ വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു എബി ജോൺ തോമസ്.